സുധാകരൻ ഒരു നേതാവ് മാത്രമല്ല, ഒരു വികാരവും ഒരു പ്രസ്ഥാനവും. കണ്ണൂരിന്റെ മണ്ണ് സാധാരണ മണ്ണല്ല, അത് പോരാട്ടങ്ങളുടെ മണ്ണാണ്, രക്തസാക്ഷികളുടെ മണ്ണാണ്. ഷുഹൈബും സജിത് ലാലും ലോനാപ്പിയും ബെന്നിയും ദാസനും വസന്തനും തുടങ്ങി എത്രയോ പ്രവർത്തകർ കോൺഗ്രസിന്റെ മുവർണക്കൊടി ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ ജീവൻ നൽകിയ മണ്ണ്. ആ ത്യാഗങ്ങളുടെ പാതയിലാണ് ഇന്ന് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ആ രക്തസാക്ഷികളുടെ ശബ്ദവും അവരുടെ പോരാട്ടത്തിന്റെ ശക്തിയും ഒരാളിൽ ഒത്തുചേരുമ്പോൾ അതാണ് കെ സുധാകരൻ. 6 പതിറ്റാണ്ടിലേറെ നീണ്ട അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര അധികാരത്തിനായുള്ള ഒരു യാത്രയല്ല, വിശ്വാസത്തിന്റെയും പോരാട്ടത്തിന്റെയും പ്രവർത്തകരോടൊപ്പമുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നേതാവായി മാത്രം നിൽക്കുന്നില്ല, പ്രവർത്തകരുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ശക്തിയായി മാറിയിരിക്കുന്നു. ജീവൻ വേണേൽ തന്നേക്കാം എന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അത് വെറും വാക്കുകളല്ല, അത് അവരുടെ ആത്മബന്ധവും വിശ്വാസവും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഒരു കൊടി മാത്രം പിടിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം നടക്കാൻ തുടങ്ങിയാൽ ആ യാത്ര ഒരു ജനസാഗരമായി മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇന്ന് രാഷ്ട്രീയത്തിൽ പലവിധ പ്രചരണങ്ങളും അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ടെങ്കിലും ഒരു സത്യമാണ് കൂടുതൽ വ്യക്തമായി വരുന്നത്. കെ സുധാകരൻ ഒരു വ്യക്തിയല്ല, ഒരു വികാരമാണ്. കണ്ണൂരിൽ മാത്രമല്ല, കേരളം മുഴുവൻ പ്രവർത്തകരുടെ ഊർജവും ആത്മവിശ്വാസവുമാണ് അദ്ദേഹം. പദവികൾ വരുകയും പോകുകയും ചെയ്യും, പക്ഷേ പ്രവർത്തകരുടെ മനസ്സിൽ നേടുന്ന സ്ഥാനം ശാശ്വതമാണ്. MLA യോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകുന്നത് വലിയ കാര്യമല്ല, പ്രവർത്തകരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത് അതിലും വലിയ സ്ഥാനമാണ്. ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒരേ ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു: കെ സുധാകരൻ മുന്നിൽ നിന്ന് നയിക്കണം. കണ്ണൂരിലായാലും കേരളം മുഴുവനായാലും ഈ ദുർഭരണത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിന് അദ്ദേഹം മുന്നിൽ നിൽക്കണം. രക്തസാക്ഷികളുടെ നേതാവിന് അവരുടെ സ്വപ്നങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ല, അവരുടെ പോരാട്ടത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ മനസ്സിലെ ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണം. സുധാകരേട്ട, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, എപ്പോഴും എവിടെയും അവസാനം വരെ. ഇത് ഒരു സാധാരണ രാഷ്ട്രീയ പിന്തുണയല്ല, ഒരു വികാരത്തിന്റെ പ്രഖ്യാപനമാണ്.